21 വർഷത്തിനു ശേഷം കെ ആന്റണി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ അലയൊലികൾ അവസാനിക്കുന്നില്ല. ശിവഗിരിയിലെ പോലീസ് നടപടിയിൽ കെ ആന്റണിയുടെ വാദം ശരിവെച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്തെത്തി. 95 കാലഘട്ടത്തിൽ നടന്ന ഇലക്ഷനിൽ പ്രകാശാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സന്യാസിമാർ വിജയിച്ചു വന്നപ്പോൾ അതുവരെ ഭരണം നടത്തിയിരുന്ന ആളുകൾ ഭരണ കൈമാറ്റം നടത്തിയില്ല എന്ന് മാത്രമല്ല, ശിവഗിരിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഹൈക്കോടതി അല്പം ബലം പ്രയോഗിച്ചാണെങ്കിലും അധികാര കൈമാറ്റം നടത്തണം എന്ന് ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുക്കുകയും, പക്ഷേ ശിവഗിരിയിൽ പോലീസ് കയറി. അതേസമയം മുത്തങ്ങ സംഭവത്തിൽ കെ ആന്റണി മാപ്പ് അർഹിക്കുന്നില്ല എന്നാണ് അന്ന് ഭൂസമരത്തിന് നേതൃത്വം നൽകിയ CK ജാനുവിന്റെ ഇന്നത്തെ പ്രതികരണം. ഈ വൈകിയ വേളയിൽ ഖേദം പ്രകടിച്ചതിൽ എന്തായാലും തിരിച്ചറിഞ്ഞല്ലോ, അത് ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായതിൽ, അങ്ങനെ ഉണ്ടായതിൽ എന്താ ഒരു ചെറിയ ആശ്വാസം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് ശരിക്കും പോകണമായിരുന്നു. മരണപ്പെട്ട ആളുകളുടെ പേരിലുള്ള കേസ് തീർന്നു. ഞങ്ങളൊക്കെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുക. മുത്തങ്ങയിൽ അന്ന് കയറിയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ ഭൂമി പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. വാർത്താ സമ്മേളനത്തെ തുടർന്നുള്ള ചർച്ചകളിൽ നിന്ന് കെ ആന്റണി ഇന്ന് അകലം പാലിച്ചു. കെ ആന്റണിയുടെ ഭരണകാലത്ത് നടന്ന പോലീസ് നടപടികൾ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉന്നയിച്ചിട്ടും മറുപടി പറയാത്തതിൽ ന്യായീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സംസാരിക്കാൻ അവസരമില്ല എന്ന വാദം ഉയർത്തിയാണ് നേതാക്കളുടെ പ്രതിരോധം. സലിം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സലിം, ഈ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ കെ ആന്റണി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ശിവഗിരി സംഭവവും മറ്റൊന്ന് മുത്തങ്ങ ആക്രമണവുമാണ്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർ നടത്തിയ പ്രതികരണം അതൊരു ഭാഗത്തുണ്ട്. മറ്റൊന്ന്, കെ ആന്റണി നടത്തിയ ഈ വാർത്താ സമ്മേളനം രാഷ്ട്രീയമായൊക്കെ ഏത് രീതിയിലാണ് കേരളത്തിന്റെ പൊതുമണ്ഡലം ചർച്ച ചെയ്യുന്നത്? കാരണം നേരത്തെ തന്നെ ഈ റിപ്പോർട്ടുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വച്ചതാണെന്ന ഒരു വാദം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇത് മറ്റു രീതിയിൽ ഒക്കെ ചർച്ചയാകുന്നുണ്ട് എന്നൊക്കെ ചില സൂചനകളുണ്ട്. എന്താണ് അതിന്റെ വസ്തുത, സലിം? പ്രജിൻ, സ്വാഭാവികമായും രാഷ്ട്രീയമായ ഉദ്ദേശങ്ങളോടുകൂടിയാണ് മുൻ മുഖ്യമന്ത്രിയായ കെ ആന്റണി വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനം നടത്തിയ ഉദ്ദേശം ഒരർത്ഥത്തിൽ കെ ആന്റണി ആ ഉദ്ദേശത്തിൽ വിജയിച്ചു എന്ന് വേണം പറയാൻ. കാരണം കെ ആന്റണി തന്നെ ഒരു പരിഭവമായി പറഞ്ഞതാണ്, 2004 കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങിയതിന് ശേഷവും തന്നെ വ്യക്തിപരമായി ഇത്തരം വിഷയങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. അന്നൊന്നും മതിയായൊരു പ്രതിരോധവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നൊരു പരിഭവമാണ് കെ ആന്റണി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. അതിന് കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് തന്നെ മറുപടി പറയിക്കുന്ന ഒരു രീതി കെ ആന്റണി സ്വീകരിച്ചത് എന്ന് വേണം പറയാൻ. കാരണം ഇന്ന് കോൺഗ്രസ് നേതാക്കൾ കെ ആന്റണിയെ ന്യായീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുപടി പറയാനുമുള്ള മത്സരത്തിലായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും മുതിർന്ന നേതാക്കളും ഒക്കെ ഈ വിഷയത്തിൽ മറുപടി പറയുകയും ചെയ്തു. ഒറ്റയ്ക്ക് പാപഭാരം ഏൽക്കേണ്ടി വരുന്നൊരു നിലയാണ് ഉണ്ടായിരുന്നതെന്ന പരിഭവമായിരുന്നു കെ ആന്റണിക്ക് ഉണ്ടായിരുന്നത്. അതിന് പകരം ഇപ്പോൾ കെ മുരളീധരൻ, അന്നത്തെ KPCC അധ്യക്ഷനായിരുന്നു, അദ്ദേഹം പറഞ്ഞത് ഒരു സായുധ കലാപം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ UDFന്റെ തീരുമാനമാണ് കെ ആന്റണി നടപ്പിലാക്കിയത് എന്നുള്ളതാണ് പറഞ്ഞത്. ഒപ്പം തന്നെ KC വേണുഗോപാൽ പറഞ്ഞത് കെ ആന്റണി കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതിനുശേഷവും വേട്ടയാടൽ നടക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ കോൺഗ്രസിന് നേരെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം നിയമസഭാ സമ്മേളനത്തിനിടയിൽ അതിനിടയിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളാരും പ്രതിരോധിച്ചില്ല എന്നുള്ളതാണ്. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ പിന്നീട് ആർക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ ഒരു ന്യായീകരണം. പക്ഷേ അത് ആ നിലയിൽ നിലനിൽക്കുന്നതല്ല. കാരണം അതിൻ്റെ പിറ്റേ ദിവസവും വേണമെങ്കിൽ കോൺഗ്രസിന്, പ്രതിപക്ഷത്തിന് ഈ വിഷയം ഉയർത്താമായിരുന്നു, അതിലെ വസ്തുതാ പിശക് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. അതിനും നേതൃത്വം തയ്യാറായിരുന്നില്ല. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് 85-കാരനായ കെ ആന്റണി വർഷങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് മുൻകൈയെടുത്തൊരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത്. എന്തായാലും ആ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ സജീവമായത് രാഷ്ട്രീയ ചർച്ചയാകുന്നു. ഒരുപക്ഷെ നിയമസഭയിൽ മുഖ്യമന്ത്രി ഈ വിഷയം ചൂണ്ടിക്കാണിച്ചെങ്കിൽ പോലും അത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സജീവ ചർച്ചയാകേണ്ടിയിരുന്നതല്ല. പക്ഷേ കെ ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചതോടുകൂടി അത് സജീവ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കെ ആന്റണി പറഞ്ഞതും, ഈ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നതാണ് എന്ന വസ്തുത അറിയാത്തയാളല്ല കെ ആന്റണി. അതിനുമപ്പുറം ആ വിഷയം ചർച്ച ചെയ്യണമെന്നും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെ ന്യായീകരിക്കാൻ രംഗത്തെത്തുന്നതും കെ ആന്റണി ആഗ്രഹിച്ചിരുന്നിരിക്കണം. പ്രജിൻ, ശരി, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്.
നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. വെളിച്ചെണ്ണ ഇല്ലാതെ പപ്പടം ചുട്ടുതിന്നേണ്ട അവസ്ഥയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് PC വിഷ്ണുനാഥ് പറഞ്ഞു. വിലക്കയറ്റത്തിനെതിരെ സർക്കാർ ഒരു അന്തർദേശീയ കോൺക്ലേവ് നടത്തുമെന്നും വിഷ്ണുനാഥ് പരിഹസിച്ചു. തുടർച്ചയായി 8 മാസം ഇന്ത്യയിൽ വിലക്കയറ്റ തോതിൽ 1ാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ എന്താണ് സർ പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നത്? സർ, മലയാളിക്ക് ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ. പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ചുട്ടു തിന്നേണ്ടി വരും. വിലക്കയറ്റത്തിന് കാരണക്കാരായ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒരക്ഷരം മിണ്ടിയില്ലെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. ഓണത്തിന് ഒരു തരി അരി നൽകിയില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. അതിനെതിരെ പ്രതിപക്ഷം ഒന്നും മിണ്ടിയില്ല. എന്നിട്ടും സുഭിക്ഷമായി അരി നൽകിയെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. ഞാൻ ഈ ഓണം പ്രമാണിച്ച് പോയി കണ്ടല്ലോ കേന്ദ്രമന്ത്രിയെ. ഒരു മണി അരി തന്നില്ലെന്ന് മാത്രമല്ല, പറഞ്ഞ വാചകം എന്താ? OMS സ്കീം അനുസരിച്ച് നിങ്ങൾ അവിടെ പോയി FCIയിൽ നിന്ന് ലേലത്തിൽ എടുക്കാൻ എന്ന് പറഞ്ഞാൽ 23-24 രൂപ വിലയ്ക്ക് പൈസ ഉള്ളവരായതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാം. അത്തരം ഘട്ടത്തിൽ അത് കണ്ട് മടങ്ങി തിരിച്ചു വന്ന് കിടന്നുറങ്ങുന്ന നിലപാടല്ല ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾ അറിയണം. കേരളത്തിൽ ഓണക്കാലത്ത് ഫലപ്രദമായി എല്ലാ കുടുംബങ്ങൾക്കും അരി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു. മറുപടി തൃപ്തികരമല്ലെന്നാരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, മുൻപെങ്കും ഈ രീതിയിൽ കണ്ടിട്ടില്ല. ഒന്നിനു പിറകെ ഒന്നായി ഓരോ ദിവസവും സഭ സമ്മേളിക്കുന്ന ദിവസങ്ങളിൽ അടിയന്തരപ്രമേയ ചർച്ച വരുന്നു. അതും വിവിധ വിഷയങ്ങളിൽ വരുന്നു. ഭരണപക്ഷം വളരെ കോൺഫിഡന്റ് ആയിട്ട് അതിന് അനുവാദം കൊടുക്കുന്നു. അതിന് പിന്നാലെ മാത്രമല്ല വലിയ ചർച്ച നടക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് ഈ സഭ സമ്മേളനം ആരംഭിച്ച ശേഷം. ഇന്നിപ്പോൾ എന്താണ് വിലക്കയറ്റം? ഏത് രീതിയിലാണ് സഭയിൽ ചർച്ച ചെയ്തത്? എന്തൊക്കെയായിരുന്നു വാദങ്ങൾ? പ്രജൻ, നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായ 3 ദിവസം പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം ഭരണപക്ഷം ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇന്ന് പ്രധാനമായി വിലക്കയറ്റം, സംസ്ഥാനത്തെ പണപ്പെരുപ്പ നിരക്ക്, ഇവ രണ്ടുമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. നോട്ടീസ് നൽകിയത് PC വിഷ്ണുനാഥായിരുന്നു. നോട്ടീസ് പരിഗണിച്ചപ്പോൾ തന്നെ ചർച്ച ചെയ്യാമെന്നുള്ള നിലപാട് മന്ത്രി GR അനിൽ തീരുമാനിച്ചു. അങ്ങനെ 12 മണി മുതൽ ഏകദേശം 2:30 വരെയാണ് വിഷയത്തിൽ ചർച്ച നടന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ വിഷയത്തിൽ നിലപാടുകൾ വ്യക്തമാക്കി. എന്തായാലും ഭരണപക്ഷം ഈ ഒരു 2 കാര്യങ്ങൾ, അതായത് പണപ്പെരുപ്പം ഉണ്ട് എന്നുള്ള കാര്യം പരോക്ഷമായി അംഗീകരിക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്ത് വിലക്കയറ്റം ഒരു പരിധിവരെ ഉണ്ട് എന്നുള്ള കാര്യവും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ വിലക്കയറ്റത്തിന് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളാണെന്നും ഈ ഓണക്കാലത്ത് കേന്ദ്രം ഒരു തരി അരി പോലും തരാതിരുന്നിട്ടും വിലക്കയറ്റം നിയന്ത്രിക്കാൻ, വിപണി ഇടപെടലിലൂടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലപാടും സർക്കാർ സ്വീകരിച്ചു. ഒപ്പം പണപ്പെരുപ്പത്തിന് കാരണം സംസ്ഥാന സർക്കാർ നിലപാടുകളല്ല. ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നിട്ട് ഒരു വാക്കുകൊണ്ട് പോലും കേന്ദ്ര നിലപാടിനെ വിമർശിക്കാൻ തയ്യാറായില്ല എന്നുള്ള വിമർശനവും ഭരണപക്ഷം നൽകി. എന്തായാലും ഈ പ്രതിപക്ഷ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ 3 തവണ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒന്നാമത് ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് PC വിഷ്ണുനാഥ് സംസാരിച്ച ശേഷം സംസാരിച്ച ജോയി MLA വർക്കലയിലെ പോലീസിൻ്റെ പഴയ നരനായാട്ടും അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ AK ആന്റണി നടത്തിയ വാർത്താ സമ്മേളനവും ആയുധമാക്കി പ്രതിപക്ഷത്തെ വിമർശിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദ്യം എണീറ്റ് ഇത്തരത്തിലൊരു നിലപാടാണെങ്കിൽ സഭ നിർത്തിവെച്ച് മറ്റു വിഷയം ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, തങ്ങളെക്കുറിച്ച് കൂടുതൽ പറയിപ്പിക്കരുത് എന്നുള്ള നിലപാടെടുത്തു. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള വിഷയമാണ് സംസാരിക്കുന്നതെങ്കിൽ സഭ ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചു. എന്തായാലും GR അനിൽ നൽകിയ മറുപടിയിൽ തൃപ്തിയല്ല എന്ന് അറിയിച്ചുകൊണ്ട് സഭ വിട്ടിറങ്ങിയ സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് 16ാമത്തെ ചർച്ചയാണ് അടിയന്തര പ്രമേയത്തിൽ നടക്കുന്നത്. അതിൽ തന്നെ 4 പ്രമേയങ്ങളും അവതരിപ്പിച്ചത് കുണ്ടറ MLA കൂടിയായ PC വിഷ്ണുനാഥ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രജൻ, ശരി. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.